നമസ്കാരം. ഭാരതത്തിൻ്റെ കിരീടമായ ജമ്മു കാശ്മീർ ഇന്ന് വികസനത്തിൻ്റെ പുതിയ ആകാശങ്ങൾ കീഴടക്കുകയാണ്. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പദ്ധതികൾ, ചുവപ്പ് നാടയിൽ കുരുങ്ങിയ സ്വപ്നങ്ങൾ, ഇവയെല്ലാം ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ കാരണമാണ്. വികസനം വെറും വാഗ്ദാനമല്ല, അതൊരു ഉറപ്പാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ഇന്ന് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് വെറുമൊരു നിർമ്മാണമല്ല, മറിച്ച് ഒരു നവയുഗത്തിൻ്റെ പിറവിയാണ്. പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ആർക്കും സാധിക്കും, എന്നാൽ അവ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ഒരു കരുത്തുറ്റ നേതൃത്വം വേണം. അവിടെയാണ് പ്രഗതി എന്ന പ്ലാറ്റ്ഫോം ശ്രദ്ധേയമാകുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് ഓരോ മാസവും ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് തടസ്സങ്ങൾ ഓരോന്നായി നീക്കുന്നു. ജമ്മു കാശ്മീരിൽ മാത്രം 4.12 ലക്ഷം കോടി രൂപയുടെ 61 വമ്പൻ പദ്ധതികളാണ് മോദി സർക്കാരിൻ്റെ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 1.12 ലക്ഷം കോടി രൂപയുടെ അതീവ പ്രാധാന്യമുള്ള 15 പദ്ധതികൾ പ്രധാനമന്ത്രി നേരിട്ടാണ് വിലയിരുത്തുന്നത്. ഭൂമി ഏറ്റെടുക്കൽ മുതൽ പരിസ്ഥിതി അനുമതി വരെയുള്ള 59 പ്രശ്നങ്ങളിൽ 57 എണ്ണവും ഇതിനോടകം പരിഹരിച്ചു കഴിഞ്ഞു. ഇതാണ് മോദി സർക്കാരിൻ്റെ പ്രവർത്തന വേഗത. കാശ്മീരിനെ ഇന്ത്യയുടെ ഹൃദയഭാഗവുമായി ബന്ധിപ്പിക്കുന്ന വിസ്മയങ്ങളാണ് ഇന്ന് ഉയരുന്നത്. USBRL റെയിൽ പദ്ധതി 1995 മുതൽ ഇഴഞ്ഞു നീങ്ങിയ ഈ പദ്ധതിക്ക് ജീവൻ നൽകിയത് മോദി സർക്കാരാണ്. ചെനാബ് നദിക്ക് കുറുകെയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഭാരതത്തിൻ്റെ എഞ്ചിനീയറിംഗ് കരുത്തിൻ്റെ അടയാളമാണ്. ഡൽഹി അമൃത്സർ കത്ര എക്സ്പ്രസ് വേ ഈ പാത പൂർത്തിയാക്കുന്നതോടെ ഡൽഹിയിൽ നിന്ന് മാതാ വൈഷ്ണോദേവി ദർശനത്തിനായി വെറും 6 മണിക്കൂർ കൊണ്ട് കത്രയിലെത്താം. NH-44 പാതയിലെ ബനിഹാൾ സ്ട്രെച്ച് പോലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയതിലൂടെ യാത്രാക്ലേശം പഴങ്കഥയാവുകയാണ്. വെളിച്ചവും ആശയവിനിമയവുമാണ് ഏതൊരു ദേശത്തിൻ്റെയും പുരോഗതിയുടെ അടിസ്ഥാനം. കിഷൻഗംഗ, പാക്കൽ, ദുൽ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികളിലൂടെ കശ്മീരിനെ ഊർജ സ്വയം പര്യാപ്തതയിലേക്ക് മോദി സർക്കാർ നയിക്കുന്നു. ശ്രീനഗറിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന ട്രാൻസ്മിഷൻ ലൈനുകൾ ഇന്ന് യാഥാർത്ഥ്യമാണ്. കാശ്മീരിലെ ഉൾഗ്രാമങ്ങളിൽ പോലും ഇന്ന് 4G 5G വിപ്ലവം എത്തിക്കഴിഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഗുണഫലങ്ങൾ അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണക്കാരനും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇത് ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള മോദി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യമാണ്. ആരോഗ്യരംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കാശ്മീരിൽ നടക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ശ്രീനഗറിൽ എയിംസ് പ്രവർത്തന സജ്ജമാകും. ഇതോടെ കാശ്മീരിലെ ജനങ്ങൾക്ക് ലോകോത്തര ചികിത്സയ്ക്കായി ഇനി ഡൽഹിയെയോ ചണ്ഡീഗഡിനെയോ ആശ്രയിക്കേണ്ടി വരില്ല. 1000 കിടക്കകളും 100ലധികം MBBS സീറ്റുകളുമുള്ള ഈ സ്ഥാപനം കശ്മീരിൻ്റെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായി മാറും. പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്കൊപ്പം ഈ ആശുപത്രി കൂടി ചേരുമ്പോൾ സാധാരണക്കാരൻ്റെ ചികിത്സാ പേടി ഇല്ലാതാകും. ഒരു കാലത്ത് കല്ലേറുകളും ഹർത്താലുകളും കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞ കാശ്മീർ ഇന്ന് വികസനത്തിൻ്റെ വാർത്തകളാലാണ് അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ ഒഴുകുന്നത് വികസനത്തിൻ്റെ പാലാണ്. നരേന്ദ്രമോദി എന്ന ദൃഢനിശ്ചയമുള്ള നേതാവിൻ്റെ കീഴിൽ കാശ്മീർ ഭാരതത്തിൻ്റെ വികസന എഞ്ചിനായി മാറിക്കഴിഞ്ഞു. വികസനത്തിൻ്റെ ഈ മഹായാത്ര തുടരുക തന്നെ ചെയ്യും. ജയ് ഹിന്ദ്.